അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഹദീസ് അഥവാ അതിന്റെ സാരം നമുക്ക് കേൾക്കുന്നതിലൂടെ ഒരു പുതിയ അറിവ് നമുക്കുണ്ടാക്കാം. അബ്ദുല്ലാഹി ഇബ്നു സിഖീർ എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു സിഖീർ എന്നവർ പറയുകയാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നു. വഹുവ യഖറഉ അൽഹാകുമുത് തകാസുർ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തകാസുർ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന സൂറത്ത് ഇങ്ങനെ ഓതുകയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, ഒരു മനുഷ്യൻ പറയും, മാലി മാലി, എന്റെ മുതല്, എന്റെ സമ്പത്ത് എന്ന് മനുഷ്യന്മാര് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വഹല്ലക, നിനക്കുണ്ടോ, ഇബ്ന ആദം മനുഷ്യ, മിൻ മാലിക, നിന്റെ മുതല് എന്ന് പറയാൻ പറ്റുന്ന മുതല്, ഇല്ലാമ നീ ഭക്ഷിച്ചതല്ലാതെ, അങ്ങനെ അതിനെ നീ നശിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പറയാം, അത് എന്റെ മുതലാണ് എന്ന്. അല്ലെങ്കിൽ നീ ധരിച്ച് ദ്രവിപ്പിച്ച വസ്ത്രമല്ലാതെ, നീ നിന്റെ ജീവിതകാലത്ത് ധരിച്ച് ഒഴിവാക്കിയ വസ്ത്രം, ദ്രവിച്ചു പോയ പഴകിയ വസ്ത്രം, അത് പറയാം എന്റേതാണ് എന്ന്. അല്ലെങ്കിൽ നീ സദഖ ചെയ്തുകൊണ്ട് നിനക്ക് വേണ്ടി നീ മാറ്റിവെച്ച സദഖ അല്ലാതെ അതിനെ സംബന്ധിച്ച് എന്റെ സ്വത്ത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കാരണം മറ്റുള്ള നമ്മുടെ സ്വത്തുകൾ അത് അൽമറയിൽ ഖസാനയിൽ എത്രയുണ്ടെങ്കിലും നാം മരണപ്പെടുന്നതോടുകൂടെ അത് വേറൊരാളെ അതിനെ സംബന്ധിച്ച് പറയും എന്റെ സ്വത്ത് എന്ന്. അയാൾ മരണപ്പെടുമ്പോ വേറൊരാള് പറയും എന്റെ സ്വത്ത് എന്ന്. അതുകൊണ്ട് നമ്മുടേതായ സ്വത്ത് എന്ന് പറയണമെങ്കിൽ നാം ഭക്ഷിച്ചതായ ഭക്ഷണം, നാം ധരിച്ച് പഴകി ഒഴിവാക്കിയ വസ്ത്രം, നാം സ്വതക്ക ചെയ്ത സ്വത്തുക്കൾ, ഇതിനെ പറ്റി മാത്രമേ എന്റെ മുതല് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു അത് അംഗീകരിക്കാനും ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.